കഴിക്കേ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടി ഇവള് തരുന്നൊന്നും കഴിക്കരുതെന്ന്. ഒരു തവണ കിടന്നു പോയവളാ നീ. ഇനി അത് തന്നെ ആവർത്തിക്കണമെന്നാണോ ആഗ്രഹം? എന്തിനാ അമ്മ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നേ? ദേവിക മോള് കൊടുക്കുന്ന ആഹാരം കഴിച്ചാ നിത്യമൊക്കെ എന്നാ സംഭവിക്കാനാ? സംഭവിച്ചതൊന്നും പോരെ. ഒരു കണക്കിന് എന്റെ മോൾ ഇങ്ങനൊരു ദുരന്തത്തിൽ നിന്ന് കരകയറി വന്നത്. ഇനി ഇവളെ വീൽ ചെയറിൽ കാണാൻ എനിക്ക് താല്പര്യമില്ല. കൈവശം എന്ന് പറഞ്ഞ ഏർപ്പാടുണ്ടല്ലോ അച്ഛാ, അതിനെ കുറിച്ചാ മുത്തശ്ശി പറഞ്ഞത്. കൈവശം നീ തന്നെ അത് പറയണം. കൈവശത്തെക്കാളും എത്രയോ വലിയ അപകടം ചില മനുഷ്യര്. മറ്റാരും മറന്നാലും ശരത്ത് ആ സത്യം മറന്നതിലാ എനിക്ക് സങ്കടം. നീ കൂടുതലൊന്നും പറയണ്ട. നിത്യയുടെ ജീവൻ നിനക്ക് വലുതല്ലായിരിക്കും, എന്നാ ഞങ്ങൾക്ക് അങ്ങനെ അല്ല. ഭക്ഷണത്തിൽ കൂടെ നീ ഇവൾക്ക് വല്ലതും കലക്കി കൊടുത്താ ആരറിയാനാ? പാവം എന്റെ മോള് ഒന്നും അറിയാതെ അത് കഴിക്കുകയും ചെയ്യും. എനിക്കാ തെറ്റ് പറ്റിയത്. ഇനി ഞാനിത് ആവർത്തിക്കാതിരുന്നോളാം. എങ്കിൽ നിനക്ക് കൊള്ളാം. മുമ്പിൽ വന്ന് ചിരിച്ചു കാണിക്കുന്നവരൊന്നും നല്ലവരല്ലെന്ന് എപ്പോഴാ മോളെ നീ ഇനി മനസ്സിലാക്കാൻ പോകുന്നേ? എനിക്കറിയില്ലെങ്കിലും ഞാൻ മറന്നുപോയാലും അതൊക്കെ ഓർമ്മിപ്പിക്കാൻ നിങ്ങളൊക്കെ ഉണ്ടല്ലോ അമ്മേ. അതാ എന്റെ ഭാഗ്യം. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി ഈ വീട്ടിലുള്ളവർക്ക്. അതിന്റെ കുഴപ്പമാണ് ഇതൊക്കെ. മോളിതൊന്നും കേട്ട് വിഷമിക്കണ്ട. എല്ലാവർക്കും മോളെ മനസ്സിലാവുന്ന ഒരു ദിവസം വരും. വന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അച്ഛാ. തിരിച്ചൊന്നും പ്രതീക്ഷിച്ചല്ലോ ഞാനിവിടെ നിൽക്കുന്നത്. സ്വന്തം കടമ ചെയ്യുമ്പോ അതിന് പ്രതിഫലം ആഗ്രഹിക്കുന്നത് തന്നെ തെറ്റാ. ഞാനെന്റെ ജോലികൾ ചെയ്യുന്നു. അത് മറ്റുള്ളവരെങ്ങനെ എടുക്കുന്നു എന്നുള്ളത് ഞാനൊരിക്കലും ചിന്തിക്കാറില്ല. മോള് വാ. ഹോ, ഈ കൈവശം എന്ന് പറയുന്നത് സത്യ മുത്തശ്ശി. മുത്തശ്ശി അത് കണ്ടുപിടിച്ചല്ലോ, അതിലാ എനിക്ക് അത്ഭുതം. ഇക്കണ്ട ആയുസിനിടയ്ക്ക് ഞാൻ എന്തെല്ലാം കണ്ടിരിക്കുന്നു. അതൊന്നും പറഞ്ഞാ ഇവർക്കാർക്കും മനസ്സിലാവത്തില്ല. ഞാൻ വിളമ്പിത്തരാൻ നിനക്ക്, നീ അത് കഴിച്ചാ മതി. വിശപ്പ് പോയമ്മേ, ഞാൻ പിന്നെ കഴിച്ചോളാം. പാർവതിയെ ഞാൻ നിത്യക്കുട്ടി ഇപ്പൊ വരാവേ.